കൊലപാതക ശ്രമക്കേസിൽ യുവാവ് അറസ്റ്റിൽ. ഇക്കഴിഞ്ഞ 21-ന് വർക്കല താലൂക്ക് ആശുപത്രിയിൽ നഗരൂർ സ്വദേശി അക്ബർ ഷായെ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പത്തനംതിട്ട സ്വദേശി ലിജു സി മാത്യുവിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. കൈക്ക് പരിക്കേറ്റ ലിജു സുഹൃത്തുക്കൾക്കൊപ്പം വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുകയും മദ്യലഹരിയിലായിരുന്നു ഇയാൾ ആശുപത്രിയിൽ ബഹളം വയ്ക്കുകയും ചെയ്തു. ഗർഭിണിയായ ഭാര്യയുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അക്ബർ ഷയും ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനും ഇത് പറഞ്ഞു വിലക്കുകയും സുഹൃത്തുക്കൾ ഇയാളെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരനായ ലിജു വീണ്ടും ആശുപത്രിയിൽ തിരികെ എത്തി അക്ബർ ഷയുമായി വഴക്കിട്ടു. കയ്യിൽ കരുതിയിരുന്ന കത്രിക കൊണ്ട് അക്ബർ ഷയുടെ നെഞ്ചിന്റെ മധ്യഭാഗത്തായി കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് വർക്കല പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയിരുന്നു. ടൂറിസം മേഖല കൂടിയായ വർക്കലയിലെ വർക്കല നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിരന്തരമായി ഇപ്പം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ആക്രമണം കൂടി വരികയാണ്. കഴിഞ്ഞ മാസം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി ഡോക്ടറെ ഒരാള് ആക്രമിച്ചു. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം ഒരു ആംബുലൻസ് ഡ്രൈവറെ ഒരു സാമൂഹ്യ വിരുദ്ധൻ മദ്യപിച്ചെത്തിയ ഒരാള് കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ ഛർദ്ദിൽ ട്രിപ്പിടുന്നതിന് വേണ്ടി വന്ന ഒരു ഗർഭിണിയെ ശല്യം ചെയ്യുന്ന ഒരു പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് കൈമുറിഞ്ഞ് തങ്ങളുടെ പറയുന്നത് പുള്ളി വന്നു. അതുപോലെ ശല്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ഭർത്താവുമായി വാക്കുതർക്കം ഉണ്ടായി. ഈ ഭർത്താവിനെ ഇദ്ദേഹം കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി ഇറക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ മാരകമായ ഒരു മുറിവോടെ പുള്ളിയെ മെഡിക്കൽ കോളേജിൽ അയക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരമായി വർക്കലയിൽ ഇപ്പം ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ അക്ബർ ഷാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെഞ്ചിൽ 6ഓളം സ്റ്റിച്ചും കയ്യിൽ 5 സ്റ്റിച്ചുമായി ഐസിയുവിൽ തുടരുകയാണ് അക്ബർ ഷാ. ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൊലപാതക ശ്രമം ചുമത്തി ലിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ നിരന്തരമായ അക്രമ സംഭവങ്ങൾ പെരുകി വരികയാണ്. കുറച്ചു കാലങ്ങളായി താലൂക്ക് ഹോസ്പിറ്റലിലെ അക്രമങ്ങൾ പുറത്തുനിന്നുള്ള സംഘങ്ങൾ എത്തുകയും ചികിത്സ തേടി എത്തുകയും അകത്തുള്ള സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും രോഗികൾക്കും അവിടെ ചികിത്സ തേടി വരുന്ന രോഗികൾക്കുൾപ്പെടെ അക്രമം സംഭവിക്കുന്നതാണ് കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്നത്. ആദ്യം തന്നെ ഒരാൾ മദ്യപിച്ചെത്തി ഡോക്ടേഴ്സിനെയും അവിടെയുള്ള സ്റ്റാഫുകളെയും ആക്രമിച്ചതായി കുറച്ച് നാൾ മുന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഫാമിലി അവിടെ ചികിത്സയ്ക്ക് വരികയും ചികിത്സയ്ക്കെന്ന മധ്യേ 2 ചെറുപ്പക്കാർ അവിടെ ചികിത്സ തേടി വരികയും ഫാമിലിയോട് അപമര്യാദയെ പെരുമാറുകയും അക്രമ സംഭവങ്ങൾ നടക്കുകയുണ്ടായി. കാരണം അവിടെ CCTV ക്യാമറകളില്ല. അകത്തിരിക്കുന്ന പോർഷനിൽ മാത്രമാണ് CCTV നിരീക്ഷണ ക്യാമറ ഉള്ളത്. പുറം സൈഡിൽ CCTV നിരീക്ഷണ ക്യാമറയോ സെക്യൂരിറ്റി സംവിധാനമോ നിലവിൽ താലൂക്ക് ഹോസ്പിറ്റലില്ല. അടിയന്തരമായി ഒരു സെക്യൂരിറ്റി സംവിധാനം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ വണ്ടിയുടെ നമ്പർ മുന്നേ നോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം താലൂക്ക് ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഔട്ടർ സൈഡിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സംവിധാനമോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.